ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കൈലാസം മഞ്ജിമ കൈലാസിനെ കൂട്ടിക്കൊണ്ട് പുറത്തുനിന്ന് സംസാരിക്കുകയാണ്. കൈലാസ് പറയുന്നുണ്ട്, ശേ അങ്ങനെ ഒരു എൻ്റെ അളിയൻ്റെ ഭാര്യനെ കയറി പിടിക്കാൻ മാത്രം അതം പതിച്ചവനാണ് ഈ കൈലാസ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മഞ്ജിമ? ഇല്ല, അങ്ങനെ തോന്നണില്ല. അല്ല, എൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു നീക്കുപോക്കുള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ അല്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നീ എന്തിനാ മഞ്ജിമ എന്നെ ഇങ്ങനെ സംശയിക്കണത്? നിനക്കറിയാവോ, ഇഷിതയുടെ മനസ്സിൽ കുറച്ച് നാളായിട്ട് ഞാനുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് എൻ്റെ കൈ മുറിഞ്ഞപ്പോഴേക്കും അവൾ ബാൻഡേജ് കെട്ടിത്തരാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്നല്ലോ. അന്ന് എൻ്റെ മടിയിൽ ഇരുന്നിട്ട് ബാൻഡേജ് കെട്ടിത്തരാൻ പോയി. അന്നേ എനിക്ക് മനസ്സിലായതാണ് ആള് ശരിയല്ലെന്ന്. പിന്നെ 25 ലക്ഷം രൂപ സഹായിച്ചതല്ലേ. സത്യം പറഞ്ഞാൽ 25 ലക്ഷം രൂപ തന്നത് തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ സാഹചര്യം അതായത് കൊണ്ട് മാത്രമാണ് അവളുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ മേടിച്ചത്. നിനക്ക് ഓർമ്മയുണ്ടോ, അന്ന് ആ 25 ലക്ഷം രൂപ തന്ന ദിവസം അവൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷമായില്ലേ കൈലേസേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ച് നിന്നത്, അതൊക്കെ ഇതുകൊണ്ടിട്ടാണ്. എന്താ നിനക്ക് ഓർമ്മയില്ല എന്ന് ചോദിച്ചത്? അത് ഓർമ്മയുണ്ട്. എടി, മഹേഷ് അവളെ സംബന്ധിച്ച് ആരാണ്? വെറും ഒരു രണ്ടാം കെട്ടുകാരൻ, 2 പിള്ളേരുടെ തന്ത, ഒരുത്തിയുടെ കൂടെ കുറെ നാള് ജീവിച്ചവൻ. ആ ഒരു ഇത് മാത്രമേ അവൾക്ക് കൊടുക്കുന്നുള്ളൂ. പിന്നെ മഹേഷിനെക്കാളും സൗന്ദര്യമാണെങ്കിലും യോഗ്യതയാണെങ്കിലും എനിക്കല്ലടി കൂടുതല്. അതുകൊണ്ടിട്ട് അവൾ എൻ്റെ അടുത്തേക്കാണ് വരുന്നതെന്ന്. ഷേ, എന്നാലും ഇങ്ങനൊരു വൃത്തികെട്ടവള് എന്ന് മഞ്ജു പറയുമ്പോഴേക്കോ കൈലാസ് മനസ്സിൽ വിചാരിക്കാണ്, ഹാവൂ, കാര്യം നടന്നു, ഇനി കുറച്ചും കൂടി കുത്തിക്കൊടുക്കാം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അതേന്നേ എടി, പെണ്ണിന്റെ വാശിയും കാട്ടുതീയും ഒരുപോലെയാണെന്ന് നിനക്കറിയാലോ അല്ലേ? ആള് ശരിയല്ലെന്നേ. പിന്നെ ഒരു കുടുംബം നശിയാൻ ഇത് മാത്രം മതി. അവൾ ഇനിയും വരും എന്നെ നേരെ ആരോപണമായിട്ട്. കൈലാസേട്ടാ, നിങ്ങളൊന്ന് അനങ്ങിയ, എനിക്കറിയാം നിങ്ങളെ, എനിക്ക് മനസ്സിലാവും, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ കൈലാസ് മനസ്സിൽ വിചാരിക്കുകയാണ്, എടി തന്നെയാടി നിന്റെ പോലത്തെ പെണ്ണുങ്ങളുടെയും ഭാര്യമാരുടെയും ഒക്കെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്, ഭർത്താവിനെ കണ്ണടച്ചിട്ട് വിശ്വസിക്കും, അതന്നെയാണ് ഭർത്താക്കന്മാരുടെ മുതൽ മുടക്കും എന്നിങ്ങനെ കൈലാസിന് വിചാരിക്കട്ടോ. അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമാണല്ലോ അല്ലേ? എനിക്ക് അതിന്റെ കൈലാസേട്ടനെ നല്ല വിശ്വാസമാണ്. എങ്കിൽ വാ, നമുക്കൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ശരി കൈലാസേട്ടാ എന്ന് പറയാണ്. അങ്ങനെ കൈലാസ് നമ്മുടെ മഞ്ജുമയുടെ തോളത്തിന് പിടിച്ചോണ്ട് ഒരു ഹോട്ടലിലേക്ക് പോവാട്ടോ. പിന്നീട് കാണിക്കണ വീണ്ടും ഇഷിതേനെയാണ്. കൈയൊക്കെ കഴുകി ഇഷിത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കാട്ടോ. ഒരു പാത്രം എടുക്കുന്നുണ്ട്. മഞ്ജിമ വരുന്നുണ്ട്. നിനക്ക് നാണൂലേടി? ഇന്നലെ രാത്രി ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? നിന്നെ പെങ്ങളെന്ന് വിളിച്ചിട്ടല്ലേടി എന്റെ കൈലാസേട്ടൻ വരുന്നത്? ആ ഒരു മര്യാദ ഇങ്ങനെ നിനക്ക് കാണിച്ചുകൂടി എന്ന് ചോദിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് സ്വപ്നവേലി വരുന്നുണ്ട്. എന്നാലും എന്തൊക്കെയാണ് മാഷിന്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ട് നീ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി കാണിച്ചല്ലോ. ഒരു കുടുംബം നശിയാൻ വേണ്ടി ഇത് തന്നെ മതിയല്ലോ. ഈശ്വര, എന്നാൽ ഇവൾ ഇങ്ങനത്തെ ഇത്ര കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ കൈലാസും അവിടെ വന്നിരിക്കാട്ടോ. കൈലാസിന്റെ അടുത്ത് വന്നിരിക്കുമ്പോഴേക്കും ഇഷിത ഒരു പാത്രത്തില് 2 ചപ്പാത്തി ഇഷിതക്ക് ഇങ്ങനെ വിളമ്പാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സ്വപ്നവലി ആ ചപ്പാത്തി മേടിച്ചെടുക്കുന്നുണ്ട്. അതെ, നീ കഴിക്കണ്ട, കൈലാസിന് വിളമ്പി കൊടുക്കും മോളെ എന്ന് മഞ്ജുമെടുത്ത് പറയാണ്. കൈലാസ് ഇഷിതനെ പുച്ഛത്തോട് നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കണ്ട്, ഇന്നലെ രാത്രി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടൂടി, പക്ഷെ ഇന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നേ ഇല്ല എന്ന് പറഞ്ഞ് ഇഷിതൻ ഒരു മാതിരി നോക്കുവാട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇഷിത അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം തന്നെ പോകാൻ പോകുമ്പോഴേക്കും വിനോദ് വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വരുവാട്ടോ. അല്ല, എടുത്ത് എന്താ കഴിക്കാതെ എഴുന്നേറ്റ് പോണത്? എനിക്കെന്തോ നല്ല വിശപ്പില്ല. സത്യോട്ട് വിശപ്പില്ലാഞ്ഞിട്ടാണോ? അതെ വിനോദ്, ഒട്ടും വിശപ്പില്ല. അല്ല, എടുത്ത ഫോൺ എന്താ സ്വിച്ച് ഓഫ്? അത് ചാർജ് ഇല്ല, ഞാൻ ഓഫ് ചെയ്ത് കുത്തിടാൻ നോക്കിയതാ. ഏട്ടൻ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു എടുത്തിനെ വിളിച്ചിട്ട് കിട്ടില്ല എന്നൊക്കെ. അല്ല, കുറച്ചു മുമ്പ് സംസാരിച്ചായിരുന്നു. അതൊക്കെ എടുത്തേക്ക് എന്താ വിഷമമുള്ള പോലെ എനിക്ക് തോന്നി. എന്താ എടുത്തി, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല വിനോദിനെ തോന്നിയതായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ എല്ലാവരുടെ മുഖത്തേക്ക് വിനോദ് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിശുദ്ധയുടെ കയ്യിലേക്ക് ഒരു പൊതി വെച്ച് കൊടുക്കുകയാണ്. ഇത് ഏട്ടൻ തരാൻ പറഞ്ഞിട്ട് എടുത്തേക്ക് ഞാൻ മേടിച്ചോണ്ട് വന്നതാണ്. അപ്പോഴേക്കും ഇഷിത അത് മേടിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. എടാ, എന്താടാ അത്? അതൊന്നും എനിക്കറിയില്ല, ഏട്ടൻ മേടിക്കാൻ പറഞ്ഞു, ഞാൻ മേടിച്ചു. അതെന്തിനാണ് നിങ്ങളടുത്ത് പറയണത്? അങ്ങനെ രഹസ്യമായിട്ട് പോയി മേടിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. അല്ല, എടുത്തേക്ക് എന്തെങ്കിലും വിഷമമുണ്ടാവുന്ന കാര്യങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ നടന്നിരുന്നോ എന്ന് വിനോദ് ചോദിക്കുമ്പോ കൈലാസ് പറയുന്നുണ്ട്, എന്ത് വിഷമമുള്ള കാര്യങ്ങൾ? ഒന്നും നടന്നിട്ടില്ല. ഇതിന്റെ ഏട്ടനും അച്ഛനും ഇല്ലാത്ത ഒരു വിഷമവും ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിട്ടില്ല എന്ന് പറയാണ്. വിനോദ് കൈലാസിനൊന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അല്ല, അവളുടെ കാര്യം നീ എന്തിനാ ഇത്ര ഇതോടെ നോക്കണത്? അല്ല, എടുത്തേക്ക് എന്തോ വിഷമുണ്ടായിട്ടുണ്ടെന്ന് ഏട്ടന് മനസ്സിലായിട്ടുണ്ട്. അതാ ഏട്ടൻ രാവിലെ തന്നെ എന്നോട് ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞത്. എന്താമേ ഇന്നലെ രാത്രി സംഭവിച്ചത്? എടുത്തേക്ക് എന്താ വല്ലാത്ത വിഷമം പോലെ എന്ന് ചോദിക്കുമ്പോ, അത് നിന്റെ എടുത്തിട്ട് തന്നെ ചോദിക്കേ. നിന്റെ ഏട്ടനില്ലാത്ത വിഷമമായിരിക്കും അവൾക്ക്. വേറെ എന്ത് വിഷമം? വേറൊരു പ്രശ്നം ഇവിടെ ഇല്ല എന്ന് പറയാണ്. വിനോദൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അളിയനെ കഴിക്കാൻ നോക്കിക്കേ. മഞ്ജിമേ, അളിയന് ചായ എടുത്ത് കൊടുക്ക് എന്ന് പറയാണ്. അങ്ങനെ സ്വപ്നവേലി വിനോദിനെ കഴിക്കാൻ വേണ്ടി കൊടുക്കുക കേട്ടോ. ഇഷിത ആ പൊതിയായിട്ട് വേഗം തന്നെ റൂമിലേക്ക് പോകുവാണ്. റൂമിലെത്തിയ ശേഷം പൊതി അഴിച്ചു നോക്കുമ്പോൾ ഇഷിത ഞെട്ടിപ്പോകുക കേട്ടോ. ഇത്
ഭക്ഷണമാണ് കേട്ടോ. ഇഷിതയുടെ കണ്ണ് നിറഞ്ഞു പോവാണ്. ഇഷിത പെട്ടെന്ന് തന്നെ മഹേഷിന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്. മഹേഷ്, എനിക്ക് നീ ആരാണെന്ന് ഇതുവരെ മനസ്സിലായില്ല, പക്ഷെ ഇപ്പൊ മനസ്സിലായി. എന്റെ എല്ലാമാണ് നീ എന്ന്. ഞാൻ ഭക്ഷണം കഴിച്ചില്ലെന്ന് നിനക്ക് മനസ്സിലായിട്ടേ ഇല്ല, പക്ഷെ എന്നിട്ട് എനിക്ക് ഭക്ഷണം കറക്റ്റായിട്ട് കൊണ്ടുവന്ന് തന്നു. എനിക്കറിയില്ല മഹേഷ്, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഐ ലവ് യു മഹേഷ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഇഷിതയുടെ തൊട്ടു പുറകെ തോളത്ത് ആരോ വന്ന് ഇങ്ങനെ പിടിക്കാട്ടോ. ഇഷിത ഞെട്ടി നോക്കുമ്പോഴേക്കും അത് മഹേഷാണ്. എടോ, താനെന്താ ആലോചിച്ചുകൊണ്ടിരിക്കണത്? താൻ ഭക്ഷണം ഇതുവരെ കഴിച്ചില്ലേ? മഹേഷ് മഹേഷ് വന്നോ? ഐ ലവ് യു മഹേഷ്. മഹേഷ് ഇല്ലാതെ എനിക്ക് പറ്റില്ല മഹേഷ്. എനിക്ക് മഹേഷില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നീ എൻ്റെ അടുത്ത് മാറിക്കഴിഞ്ഞപ്പോഴാ നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നെനിക്ക് മനസ്സിലായത്. ഐ ലവ് യു മഹേഷ് എന്ന് ഇഷിത പറയുമ്പോൾ മഹേഷ് ഇഷിതനെ ചേർത്ത് പിടിക്കുകയാണ്. നോക്കി ഇഷിത, എനിക്ക് നീ എന്ന് വെച്ചാൽ ജീവനാണ്. എൻ്റെ ശ്വാസം പോലും ഇഷിത എന്ന് പറഞ്ഞിട്ടാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ പാർവതി നീയാണ് ഇഷിത എന്ന് പറയുമ്പോഴേക്കും അതെ, എൻ്റെ മഹേഷാണ് എന്ന് ഇഷിതയും പറയാണ്. ഇങ്ങനെ സംസാരിക്കാതിരിക്കാതെ നീ ഇവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് കട്ടിലിൽ പിടിച്ചിരുത്താണ് ഇഷിതേനെ. ശേഷം ഭക്ഷണം എടുക്കുന്നുണ്ട്. ഇഷിതക്ക് വാരി കൊടുക്കാണ്. ഇഷിത 2 പിടി കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ് എടുക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മഹേഷിനെ കാണുന്നില്ല കേട്ടോ. ഇഷിതക്ക് മനസ്സിലായി അത് തന്റെ തോന്നലാണെന്ന്. വേഗം തന്നെ ഇഷിത വേഗം മഹേഷിന്റെ ഫോട്ടോയിലേക്ക് നോക്കാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. പിന്നീട് കാണിക്കുന്ന ആകാശിനെയാണ്. ആകാശ പിയുടെ കൂടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ രാവിലെ വന്നിരിക്കുക കേട്ടോ റൂമിലേക്ക്. ആകാശ് വരുമ്പോ തന്നെ വേഗം തന്നെ രചന അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട്. മൈ ഡാർലിംഗ് എന്ന് പറയുമ്പോ എവിടെയായിരുന്നാ നീ? ഇന്നലെ രാത്രി കിടന്നവളുടെ കൂടെ തന്നെ നിനക്ക് പോയി കിടന്നുകൂടായിരുന്നാ? രചന, നീ എന്തൊക്കെയാ പറയണത്? രാത്രി കിടന്നവളോ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ റൂമിലായിരുന്നു. അവനായിട്ട് ഞാൻ പിന്നെ ഭയങ്കര വിഷമമായിരുന്നു പ്രൊജക്ട് നഷ്ടപ്പെട്ടുകൊണ്ട്. കുറെ കുടിച്ചു, ഞാൻ കുറെ അധികം കുടിച്ചു. പിന്നെ അവൻ വിളിച്ചപ്പോ അവന്റെ റൂമിൽ പോയി പിന്നെയും കുടിച്ചു. ആകെ വൊമിറ്റിംഗ് ആയി, പ്രശ്നങ്ങളായി. പിന്നെ അവിടെ എങ്ങനെയും കിടന്നാ മതിയായിരുന്നു. അങ്ങനെ കിടന്നുപോയി ഉറങ്ങിപ്പോയത് തന്നെ ഞാൻ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പിന്നെ രാവിലെ ആയപ്പോഴും ഞാൻ എഴുന്നേറ്റത്. കള്ളം പറഞ്ഞൂടാ നീ നീ അവളുടെ കൂടെ ഇട കിടന്നുറങ്ങിയത്. നീ എന്തൊക്കെയാ രചന പറഞ്ഞത്? വൃത്തികേട്. അങ്ങനെ ഞാൻ നീ ചെയ്യും. അതിനുള്ള തെളിവ് നിന്റെ മേത്ത് തന്നെയുണ്ട്, ഈ പെർഫ്യൂമിന് മണം. രചന അത് രാവിലെയൊക്കെ ഞാൻ ഛർദ്ദിക്കുകയായിരുന്നോ? അപ്പൊ ഞാൻ അവന്റെ പെർഫ്യൂം എടുത്ത് അടിച്ചതാണ്. മുഖത്ത് നോക്കി കള്ളം പറയാൻ നിനക്ക് നാണമില്ലേ? മുഖമൊടിച്ച് പൊട്ടിക്കുനാൻ എന്ന് പറഞ്ഞിട്ട് രചന കഴുത്തിൽ കയറി പിടിക്കുകയാണ്. അതിനുശേഷം രചന പറഞ്ഞു, ഇന്നലെ രാത്രി എനിക്ക് എന്തൊക്കെയാ സംഭവിച്ചത് നിനക്കറിയാവോ? ഇന്നലെ രാത്രി ഞാൻ തലകറങ്ങി വീണു, BP കുറഞ്ഞിട്ട്. അവിടെ ഞാൻ കിടന്ന് ചത്തുപോകുമായിരുന്നു. മഹേഷ എന്നെ വന്ന് രക്ഷിച്ച് റൂമിലാക്കിയത്. ശേഷം ഡോക്ടറെ വിളിച്ചു. ഒബ്സർവേഷൻ 4-5 മണിക്കൂർ കിടത്തണോന്ന് പറഞ്ഞു. മഹേഷ് ഉറങ്ങാതെ കൂടെ ഇരുന്നു, എന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. ഓ ഓ ഓ കാര്യങ്ങളുടെ പോക്ക് അപ്പൊ അങ്ങനെയാണല്ലേ? എങ്ങനെയാണെന്ന്? നിന്റെ മുൻ ഭർത്താവാണല്ലോ മഹേഷ്. അങ്ങനെ അവൻ നിന്നെ പൊക്കിക്കൊണ്ട് വന്നു, റൂമിൽ കൊണ്ടുവന്ന് കിടത്തി, ഡോക്ടറെ വിളിച്ചു, നിന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. നിനക്ക് നാണമില്ല ഇങ്ങനെ പറയാനായിട്ട്? അതിന് നീയല്ല മഹേഷ്. നിന്റെ ആദ്യ ഭർത്താവാണ് മഹേഷ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് നാള് സുഖിച്ച് ജീവിച്ചതാണ്, ഒരുമിച്ച് കഴിഞ്ഞതാണ്. അതൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? പിന്നെ ദില്ലിയിലെ തണുപ്പുള്ള രാത്രി, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം മറന്നു കാണും. നീ ചെയ്ത തെറ്റി എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കരുത് നീ. ഇന്നലെ എനിക്ക് മനസ്സിലായി മഹേഷിന്റെ ആ നല്ല മനസ്സ്. അയാൾ എന്നെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ എന്നെ കാണാത്ത പോലെ പോകുമായിരുന്നു. പക്ഷെ അയാൾ അങ്ങനെ പോയില്ല. എന്നെ കെയർ ചെയ്തു, ഇവിടെ ഇരുന്നു. അതന്നെയാ പറഞ്ഞത്. അവന്റെ മനസ്സിൽ നീയുണ്ട്, നിന്റെ മനസ്സിൽ അവനും ഉണ്ട്. പക്ഷെ രചന, നിനക്ക് അങ്ങോട്ടൊരു തിരിച്ചുപോക്കില്ല. നിന്റെ മനസ്സിൽ അവൻ കയറി പോയിട്ടുണ്ടെങ്കിലേ അതങ്ങോട്ട് തുടച്ചു കളഞ്ഞേക്ക്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മഹേഷിനെതിരെ പോരാടാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് നിനക്കിനി തിരിച്ചുപോക്കില്ല. അവനാണെങ്കിൽ ഒരു കുടുംബമുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു കുടുംബമുണ്ട്. അവനും നിന്റെ അടുത്ത് വരാൻ പോണില്ല. അതുകൊണ്ട് ആ മൈൻഡ് വിട്ട് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോവാണ്. രചനക്ക് ആകാശിന്റെ സ്വഭാവം കാണുമ്പോൾ ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. രചന അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ്. ഇഷിത റൂമിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സ്വപ്നവലി വരുന്നുണ്ട് കേട്ടോ. നീയേ എന്തിനാടി രാവിലെ തന്നെ മഹേഷോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അല്ലേ? ഇവിടെ നടന്ന കാര്യങ്ങൾക്ക് നീ പറഞ്ഞു അല്ലേ? അതിലടി വിനോദ് ഇങ്ങോട്ടേക്ക് വന്നത്. നോക്കിക്കേ, എനിക്ക് നിങ്ങളുടെ മകനോട് അത് പറയേണ്ട ഒരു കാര്യമില്ല. നീ വലിയ പുണ്ണാളത്തി പതിവ്രതയൊക്കെ ആയിട്ടുണ്ടാവും അവനോട് സത്യങ്ങൾ പറഞ്ഞപ്പോ. നീ നിന്റെ ഭാഗം ന്യായീകരിച്ചല്ലേ പറയുള്ളൂ. നോക്ക്, എനിക്ക് ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ആ പേപ്പട്ടിനെ പോലെ വെറുപിടിച്ച് നടക്കുന്ന ആ കൈലാസില്ലേ, അവന്റെ പുറകെ നടക്കേണ്ട ആവശ്യവും എനിക്കില്ല. ഇന്നത്തെ സ്വഭാവം അനുസരിച്ച് എന്റെ സ്വഭാവം അനുസരിച്ച് അവരെ തലതല്ലി പൊട്ടിക്കേണ്ടതാണ്. പേപ്പട്ടിനെ പോലെ കല്ലെറിഞ്ഞ് ഓടിക്കേണ്ടതാണ് ഞാൻ. പിന്നെ നിങ്ങളെ കുറിച്ച് എനിക്കിപ്പോ പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങളൊരു അമ്മയാണോ? നിങ്ങളുടെ മോള് നിങ്ങൾക്ക് വലുതായിരിക്കും, പക്ഷെ കൈലാസിന്റെ സ്വഭാവം അവന്റെ കുടുംബമൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക്. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, എന്നെ നല്ലൊരു അച്ഛനമ്മയെ വളർത്തിയതാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങളെക്കാളും എന്റെ അമ്മയാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിലും ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കില്ലായിരുന്നു. കാരണം അവരൊരു പെണ്ണാണ്, മനസ്സിന് ശുദ്ധിയുള്ള പെണ്ണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ നല്ലൊരു അമ്മയല്ല. നീ
എന്തു പറഞ്ഞു ഒച്ചെടുക്കല്ലേ. പിന്നെ ഇന്നലെ ഞാൻ അത്ര പ്രശ്നം ഉണ്ടാക്കാത്തിരുന്നത് വേറൊന്നും കൊണ്ടല്ല, മഹേഷിനെ വിളിച്ചു പറഞ്ഞിട്ട് മഹേഷിന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ആദ്യ ഭാര്യ നിന്ന് മഹേഷ് ഒരുപാട് അനുഭവിച്ചു. അവള് വേറൊരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇനി രണ്ടാം ഭാര്യയായിട്ടുള്ള ഞാൻ ഈ വീട്ടിൽ നിന്ന് പ്രശ്നം ആവണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്നും മിണ്ടാതിരുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ മഹേഷിനെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ എല്ലാ സത്യം എന്തോ എല്ലാം തുറന്നു പറഞ്ഞാൽ പതിവ്രത ആവാൻ ശ്രമിച്ചു. അങ്ങനെ ആവേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, മഹേഷ് ആണ് ഇത് അറിഞ്ഞിരുന്നെങ്കിലേ ഒരിക്കലും എന്നെ സംശയിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മഹേഷ് എന്നെ സംശയിക്കുമെന്ന്? മഹേഷ് ഇത് അറിയാതെ നിങ്ങൾ നോക്കിക്കോ, അല്ലെങ്കിൽ കൈലാസിനെ കൊണ്ട് ചോര തുപ്പിപ്പിച്ചിട്ട് സത്യങ്ങളൊക്കെ മഹേഷ് പറയിപ്പിക്കും, കേട്ടല്ലോ. അതുകൊണ്ട് മഹേഷ് അറിയാതെ നോക്കേണ്ട കടമ നിങ്ങൾക്കാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മോളും മരുമകനും പുറത്തു കിടക്കും. എന്തു പറഞ്ഞോട്ട് നീ ഒച്ചെടുക്കല്ലേ. നോക്ക്, ഇന്നലെ ഞാൻ മിണ്ടാതിരുന്നു, പക്ഷെ ഇന്നും മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്ന് പറയുമ്പോൾ സ്വപ്നവലി അവിടെ ദേഷ്യത്തോടു കൂടി തന്നെ ഇറങ്ങി പോകുവാട്ടോ. ഇഷിതക്ക് ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. അങ്ങനെ ഇഷിത അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വിനോദിന്റെ കോളും ഫോണിലേക്ക് വരും കേട്ടോ. ഇഷിത ഫോൺ എടുക്കണ്ട്. എടുത്തി എന്താ എടുത്തി പ്രശ്നം? അവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. പക്ഷെ എനിക്കറിയണം എടുത്തിക്ക് അവിടെ എന്ത് വിഷമം ഉണ്ടായതെന്ന് അറിയണം. മഹേഷിനെ വിളിച്ചിട്ട് ഒന്നും പറയല്ലേ വിനോദെ. മഹേഷ് അവിടെ സമാധാനമായിട്ട് ഇരുന്നോട്ടെ. വെറുതെ മഹേഷിനെ വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയരുത്. എടുത്തി എന്താ നടന്നെന്ന് പറ. ഏട്ടനോട് പറയാൻ പറ്റില്ലെങ്കിൽ എടുത്തിക്ക് എന്നോട് പറയാലോ. വിനോദ് വിളിച്ചില്ല, എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. വിനോദിനെ ഞാനൊരു ആങ്ങളെയായിട്ടാണ് കാണുന്നത്. എന്റെ ചേച്ചിക്കും എനിക്കും ആങ്ങളമാരാരുമില്ല. വിനോദിനെ ഞാൻ അങ്ങനെയായിട്ടാണ് കാണുന്നത്. എടുത്തിക്ക് അങ്ങനെ തന്നെ കാണാം. ഞാൻ ഏട്ടത്തിന്റെ നല്ലൊരു ആങ്ങളെയായിരിക്കും. പറ എടുത്തി, എന്താ അവിടെ സംഭവിച്ചത്? എനിക്ക് കൃത്യമായിട്ട് അറിയണം. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് വിനോദ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാന്നല്ലാതെ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിനോദിന്റെ എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ മഹേഷിനോട്. ഇവിടെ നടന്ന കാര്യങ്ങളോ എന്റെ വിഷമങ്ങളോ ഒന്നും പറയരുത്. വിനോദും ഇതിനെക്കുറിച്ച് ചോദിക്കരുത് എന്ന് പറയാണ്. ശരി എടുത്തേക്ക് അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ശരി. പക്ഷെ എടുത്തി ഒരു കാര്യം മനസ്സിലാക്കണം. എടുത്തേക്ക് എന്ത് വിഷമമുണ്ടെങ്കിൽ മഹേഷ് ഏട്ടനോട് പറയാം. ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. ശരി എടുത്തി, എന്തിനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി, ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി. ശരി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ്. അങ്ങനെ നിഷിതക്കും ഒരു സമാധാനം ഉണ്ടാവും. വിനോദ് പോയി കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നീട് കഴിക്കുന്ന മഹേഷിനെയാണ്. മഹേഷ് കണ്ണാടിന്റെ മുമ്പിൽ നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എടാ എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് ആകാശ് വരുവാട്ടോ. നീ ഇന്നലെ കഴിഞ്ഞത് എന്റെ റൂമിലാണല്ലേ? എല്ലാന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് മഹേഷ് പറയാണ്. ഇന്നലെ ഫുൾ ഞാൻ നിന്റെ റൂമിലായിരുന്നു പുലർച്ചെ വരെ. ആദ്യ ഭാര്യ നീയും തമ്മിലേ നീ വെറുതെ ഒന്നും പറയണ്ട. ഞാനും അവളും തമ്മിൽ ഒരു ബന്ധമെങ്കിലും ഉണ്ട്. നീയും അവളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നാട്ടിൽ നിന്നപ്പോ ഒരു തിനെ റൂമിലേക്ക് കൊണ്ടുവന്നു. ആ ബന്ധം മാത്രമേ നിനക്കുള്ളൂ. പക്ഷെ എനിക്ക് അവളായിട്ടുള്ള ബന്ധം അതല്ല. ഞാൻ ആദ്യ ഭാര്യയാണ്. ഞാൻ താലി കെട്ടിയ എന്റെ ആദ്യ ഭാര്യ. അത് മാത്രമല്ല എന്റെ 2 പിള്ളേരുടെ അമ്മയാണ് അവള്. ഓഹോ, അപ്പൊ നിനക്കിപ്പോഴും അവളെ മറക്കാൻ പറ്റുന്നില്ലല്ലേ? നിന്റെ മനസ്സിൽ എപ്പോഴും ആ രചന ഉണ്ടല്ലേ? നീ തെറ്റിദ്ധരിക്കുക. എനിക്ക് ഒരിക്കലും അവളോട് എനിക്കൊരു പ്രണയോ ഒരു ഇതോ ഒന്നുമില്ല. എന്റെ 2 മക്കളെ പ്രസവിച്ച അമ്മ എന്ന നിലയിൽ മാത്രം ഞാൻ അവളെ നിന്നെ രക്ഷിച്ചത്. പിന്നെ എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഒരു പെണ്ണുണ്ട്, അതെന്റെ ഭാര്യയാണ്. വേറൊരു പെണ്ണിന്റെ ആവശ്യം എനിക്കില്ലടാ. നിന്റെ സ്വഭാവം അല്ല എനിക്ക് എന്ന് പറയാണ്. അത് കേൾക്കണതും ആകാശ് മഹേഷിന്റെ മുഖത്ത് നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിതനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. ഇഷിത നടന്ന കാര്യങ്ങളൊക്കെ അശ്വിത അടുത്ത് പറയാണ്. പീഡന ശ്രമത്തിന് കേസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ കൈലാസിന്റെ ആ ഒരു പെണ്ണുണ്ടല്ലോ, ചതിക്കപ്പെട്ട ആ പെണ്ണ്, അവര് ഇഷിതനെ കാണാൻ വേണ്ടി വരുന്നത്. അങ്ങനെ അവർ ഇഷിതനെ കാണാൻ വേണ്ടി വന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരുത്തനെ കൊണ്ടിട്ട് ഞാൻ എന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. അവൻ എന്നെ ഒരുപാട് ഉപയോഗിച്ച് എന്നെ കീഴ്പ്പെടുത്തി, എന്നെ അപമാനിച്ചു, പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസിന്റെ ഫോട്ടോ ഇഷിതക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്നത് ഇഷിതാകെ ഞെട്ടിപ്പോകുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് വിനോദിനെയാണ്. വിനോദ് മഹേഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, എടുത്തിക്ക് ആ വീട്ടിൽ എന്തോ വലിയതൊരു ഷോക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. എടുത്തി വല്ലാത്ത വിഷമത്തിലാണ് ഏട്ടാ എന്നൊക്കെ പറയാണ്. അത് കേൾക്കുന്നത് മഹേഷ് നാട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറാവാണ്. രാത്രി കൈലാസ് വീണ്ടും ഇഷിത അടുത്ത് പോകാൻ വേണ്ടി റെഡിയാവുന്നുണ്ട്. ഇഷിത രാത്രി ഇങ്ങനെ പേടിച്ച് റൂമിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ. അവൻ വരട്ടെ, അവനെ വെച്ചിട്ടും ഉണ്ട് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പിന്നെ ആകാശിന്റെ രചന തമ്മിൽ ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.